ഹായ് ഹലോ കുട്ടൂസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചക്ക വരട്ടിയതാണ്. ഇപ്പോൾ ചക്ക സീസണാണല്ലോ, നാട്ടിലെമ്പാടും ചക്ക സുലഭമാണ്. ഈ ചക്ക നമുക്ക് ധാരാളം ലഭിക്കുന്ന സമയത്ത് നമ്മൾ ഒരു അടിപൊളി ചക്ക വരട്ടി നമുക്ക് ഉണ്ടാക്കി വെക്കാം. അപ്പോഴത്തേനും ചക്ക സീസൺ കഴിയുമ്പോൾ ചക്ക ഇല്ലാത്ത സമയത്ത് ഒരു ചുള ചക്ക കിട്ടിയിരുന്നെങ്കിൽ കുമ്പിളുണ്ടാക്കിയിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിക്കുന്ന സമയത്ത് ഇതെടുത്ത് നമുക്ക് കുമ്പിളും പായസവും ഒക്കെ വയ്ക്കാൻ നമുക്ക് സാധിക്കും കേട്ടോ. അപ്പം നമ്മുടെ ഇവിടെ ഒരു ചക്കയുടെ ഒരു കാൽ ഭാഗമാണ് ഞാനിവിടെ എടുത്ത് ചക്കച്ചുള, നല്ല പഴുത്ത വരിക്ക ചക്കച്ചുളയാണ്, വൃത്തിയാക്കി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ചെറിയ ഉണ്ട ശർക്കരപ്പാനിയും കൂടെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായി വരുമ്പോഴത്തേന് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഞാൻ ചേർത്തിട്ടുണ്ട്. നെയ്യൊന്ന് അലുത്ത് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിനും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന ചക്കപ്പഴം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ ചക്ക നമ്മൾ ഈ നെയ്യിലേക്ക് ചേർത്ത് കഴിഞ്ഞിട്ട് ശർക്കരപ്പാനി ഒഴിച്ച് ഒന്ന് ഇളക്കുന്ന സമയം വരെ ശകലം ഒരുപാട് തീയിലല്ല എങ്കിലും ലോ ഫ്ലെയിമിലല്ലാതെ ഒരു മീഡിയത്തിലിട്ടാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് നെയ്യ് എല്ലായിടത്തും പിടിക്കത്തക്ക പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ചക്കയൊന്ന് വെന്ത് വരണം. അത് ഏകദേശം ഒരു അരമണിക്കൂർ അടുത്ത് നമ്മളിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൈയെടുക്കാതെ ചെയ്യുമ്പോഴാണ് കേട്ടോ നമുക്ക് സ്വാദിഷ്ടമായ ചക്കവരട്ടി നമുക്ക് കിട്ടുന്നത്. അത് ഏകദേശം ഒരു വർഷം മേളിലേക്ക് ഒരു വർഷത്തോളം എന്തായാലും കേടാകാതിരിക്കും. അതിലുള്ള ജലാംശമെല്ലാം വറ്റി നന്നായിട്ട് നമ്മുടെ ഉരുളിൽ നിന്ന് വിട്ട് വരുന്നൊരവസ്ഥ, അത് ആ പരുവത്തിലാകുന്നിടം വരെ നമ്മളിങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം കേട്ടോ. അപ്പം നമ്മളൊന്ന് ചക്ക ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണേ. നമുക്കിനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരുണ്ട വരുന്ന ശർക്കരപ്പാനി ഉണ്ടല്ലോ, അത് നമുക്കിതിൽ കുറേശ്ശെയായിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കാം. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമാണ് ചക്ക വിഭവങ്ങളും മലയാളികളായ നമുക്ക് ഏറെ പ്രിയമാണ്. പണ്ടുകാലത്ത് ഒരു കുടുംബത്തിൻ്റെ വിശപ്പടക്കാൻ മാത്രം ഉപകരിച്ചിരുന്ന ചക്ക ഇന്ന് മൂല്യമേറിയ പല ഉൽപ്പന്നങ്ങളായി നാട്ടിലും വിദേശ രാജ്യങ്ങളിലും വിപണിയിലും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചക്കപ്പുഴുക്ക്, ചക്കയട, ചക്കയുപ്പേരി, ചക്കപ്പായസം, ചക്കവരട്ടി എന്നിങ്ങനെ പഴമയുടെ രുചി കൂടാതെ ചക്കയച്ചാർ, ചക്കക്കുരു ഷേക്ക്, ചക്ക മസാല, ചക്ക പിസ്സ, ചക്ക കേക്ക്, ചക്ക ഐസ്ക്രീം എന്നിങ്ങനെ പുതുമയുടെ രുചിക്കൂട്ടുകളുടെ പേരുകളും നീളുന്നു. ചക്കയിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ധാരാളം ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു. പ്രോട്ടീൻ, ആവശ്യമായ വിറ്റാമിനുകൾ ആയ വിറ്റാമിൻ എ, വിറ്റാമിൻ സി, റിബോഫ്ലേവിൻ, തയാമിൻ, നിയാസിൻ, പൊട്ടാസ്യം, കാൽസ്യം, അയൺ, സിങ്ക്, മഗ്നീഷ്യം മുതലായ മിനറലുകളും അടങ്ങിയിരിക്കും. ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളും ചക്കയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ച ശർക്കരപ്പാനി ഇതിലെ കുറേച്ചൊന്ന് ചേർത്ത് വയ്ക്കുകയാണ്. ആ ഒരുണ്ട ശർക്കരപ്പാനിയും ഞാൻ മുഴുവനായിട്ട് ചേർത്ത് തന്നെയാണ് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം കുറച്ച് ചേർത്ത് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ ബാക്കി വന്ന ശർക്കരപ്പാനിയും കൂടെ ചേർത്താണ് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കിക്കൊണ്ടേയിരിക്കുന്നത് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതുകൊണ്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. നന്നായിട്ട് നമ്മൾ ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കണം. ക്ഷമയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. വളരെ സാവധാനത്തിൽ നമ്മൾ ചെയ്തെടുക്കണം. അതീവ രുചിയാണ്. ക്ഷമയോടുകൂടി നമ്മൾ ചെയ്തെടുക്കുമ്പോൾ അതീവ ടേസ്റ്റാണ് കേട്ടോ. ബാക്കി വന്ന ശർക്കരപ്പാനിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചക്ക പതിയെ ആ ശർക്കരപ്പാനിയിലൊക്കെ ഒന്ന് കിടന്ന് നെയ്യിലൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് വെന്ത് നന്നായിട്ട് കുറുകി വരണം. ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എപ്പോൾ വേണേലും നമുക്ക് കുമ്പിളുണ്ടാക്കാം, പിന്നെ ചക്ക പായസം ഉണ്ടാക്കാം. പിന്നെ ഇത് വരട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെറുതെ കഴിക്കാം. തേങ്ങാപ്പൂൾ കൂട്ടി കഴിക്കാൻ വളരെ രുചിയാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി നിങ്ങളൊക്കെ കഴിച്ച് നോക്കണം. ഇങ്ങനെ ഉണ്ടാക്കി വെച്ച നമ്മുടെ ചക്ക വരട്ടിയത് കൂട്ടി തേങ്ങാപ്പൂളും കൂടി കൂട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത്തിരി സമയം നമ്മൾ മെനക്കെടണമെന്നേ ഉള്ളൂ, എന്നാലും നമുക്കിത് നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം കണ്ടോ, ആദ്യത്തേക്കാളും കുറച്ചുകൂടെ
കുറുകി വരുന്നുണ്ട് കണ്ടോ. ഇത് നമ്മളിങ്ങനെ ഇളക്കി വരുമ്പം ഈ തവി ഇങ്ങനെ ഒരു വര പോലെ വരയ്ക്കുന്നത് സമയത്ത് ഈ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരണം. അടിവശം ഇങ്ങനെ നമ്മുടെ ആ ഉരുളിയുടെ അടിവശം ഒറ്റ വരയിൽ ഇങ്ങനെ കാണത്തക്ക രീതിയിൽ ഇത് നമ്മുടെ ഈ ചക്ക ഒന്ന് വിട്ട് വരണം. ആ സമയത്താണ് ഇത് പരുവാകുന്നത്. അപ്പം ഞാനൊരിത്തിരി ചുക്കും ഏലക്കായും കൂടെ പൊടി ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ നമുക്കിതിലേക്കിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഏകദേശം ഇപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ ആകാറായി വരുന്നുണ്ട്. നമ്മൾ കൈയെടുക്കാതെ ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. കരിഞ്ഞു പോകല്ലേ. നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചാൽ അത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കതേ ആവശ്യമായിട്ടുള്ള രീതിയിൽ ഇത് കിട്ടത്തില്ല. ശരീരത്തിൻ്റെ പ്രതിരോധശേഷി മെച്ചപ്പെടുത്തുവാനും ചക്കയിലെ വിറ്റാമിൻ എ, സി എന്നിവ നമ്മുടെ ശരീരത്തിൽ സഹായിക്കുന്നുണ്ട്. കൂടാതെ ആൻറ്റി ഓക്സിഡൻറ്റുകളായ കാരോറ്റിനോയിഡ്, പോളിഫിനോൾസ്, ഫ്ലേവനോയിഡ്, വിറ്റാമിൻ സി എന്നിവയുടെ സാന്നിധ്യം ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്ന ഫ്രിഡാഡിൻറ്റുകളുടെ പ്രവർത്തനത്തെ മന്ദഗതിയിലാക്കാൻ സഹായിക്കുന്നു. ഇതുകൊണ്ട് ഏകദേശം ഇപ്പം ഒരു മുക്കാ പരുവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിത് ഇളക്കി യോജിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ചക്ക സീസണൊക്കെ തീർന്നു കഴിയുമ്പോഴത്തേക്കിനും ചക്കയില്ലാത്ത സമയത്ത് വിചാരിക്കും, ഒരിത്തിരി ചക്കപ്പഴം കിട്ടിയിരുന്നെങ്കിലോ, ഇത്തിരി ഒരു കുമ്പളുണ്ട് കിട്ടിയിരുന്നെങ്കിലോ ഒന്ന് കഴിക്കാമായിരുന്നു. അങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ചക്ക വരട്ടിയൊക്കെ നമുക്ക് ഉണ്ടാക്കി വെച്ചാൽ ഒന്നും ആലോചിക്കാതെ എടുത്ത് ഉണ്ടാക്കി കഴിക്കാം. ആ മൂട് കട്ടിയുള്ള പാത്രത്തിലാണ് ചക്കവരട്ടി ഉണ്ടാക്കുമ്പം അതിൽ ചൂട് നിന്ന് പെട്ടെന്ന് തന്നെ അതിലെ ജലാംശം വറ്റിപ്പോകാനായിട്ടും നമ്മൾ ഇളക്കുന്നതനുസരിച്ച് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടാനും സഹായിക്കും കേട്ടോ. അപ്പം നമ്മുടെ ചക്ക വരട്ടിയത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇപ്പം കണ്ടോ, ഞാനിങ്ങനെ വരട്ടുന്ന സമയത്ത് കണ്ടോ നമ്മുടെ പാത്രത്തിൻ്റെ ഇങ്ങനെ വലിക്കുമ്പം അവിടെ നിന്ന് ഇങ്ങനെ വിട്ട് പോരുന്നുണ്ട് ശരിക്കും കണ്ടോ. അപ്പം ഇതാണ് പരുവായി വരുന്നത് കേട്ടോ. ആദ്യം 2.5 സ്പൂൺ നെയ്യ് കൊടുത്തതേ ഉള്ളൂ. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്തില്ല. അത്രയും നെയ്യിൽ ചെയ്യുന്നത് കൂടുതൽ പിന്നെ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നവരുമുണ്ട്. എനിക്ക് 2.5 സ്പൂൺ നെയ്യിൽ അത്രയും ചെയ്യുന്നതാണ് താല്പര്യമായിട്ട് തോന്നിയത്. അതുകൊണ്ട് പിന്നീട് ഞാൻ നെയ്യ് ചേർത്തില്ല. നെയ്യ് തന്നെ ഇതിൽ ധാരാളമായിട്ടുണ്ട്, അത് മതിയാകും. പിന്നെ കൂടുതൽ നെയ്യ് ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ഇത് ചക്ക ഇങ്ങനെ വരട്ടിയിട്ടും ഈ ഇതിൽ തന്നെ ചക്ക കുമ്പിളുണ്ടാക്കാനും നല്ലതാണ്. ചക്കപ്പഴം ഇങ്ങനെ അരച്ചെടുത്തിട്ട് ശർക്കര പാനിയിൽ വഴട്ടി ഏലക്കായും ജീരകവും ചുക്കുപൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ചിരകി വെച്ച തേങ്ങാപ്പീരയും മാവും കൂടെ ചേർത്ത് കുഴച്ചെടുത്ത് അപ്പം ഉണ്ടാക്കുന്നതും നല്ലതാണ് കേട്ടോ. അങ്ങനെ ചെയ്താലും നല്ലതായിട്ട് നമുക്ക് കുമ്പിളുണ്ടാക്കാൻ സാധിക്കും. അപ്പം നമ്മുടെ ശർക്കര വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരിത്തിരി നേരം കൂടെ ഒരു 5 മിനിറ്റും കൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതാ നമ്മുടെ ചക്ക വരട്ടി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. നല്ല കളറിൽ നല്ല കളർഫുള്ളായിട്ട് നല്ല കണക്കിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരിത്തിരി നേരം മെനക്കെടണേ ഉള്ളൂ. സ്വാദിഷ്ടമായ ചക്ക വരട്ടി ഇത് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കണേ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണും വരെ ഓക്കെ ബൈ.